ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബുക്ക് വൈൻഡ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. നമ്മളാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ബൈൻഡാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ബൈൻഡാണ്. ഈ ബൈൻഡിൽ എല്ലാവർക്കും അറിയായിരിക്കും ഗായ്സ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബൈൻഡ് ഇവിടെ എടുത്തിട്ട് ബുക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കുക. സൂക്ഷിച്ചിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നത്. ഇങ്ങനെ മടക്കണം, അളവായിട്ട് മടക്കണം. ഇവിടെയൊക്കെ അളവ് നോക്കി നമ്മൾ ഇവിടെ കറക്റ്റാണോ നോക്കിയിട്ട് മടക്കണം കേട്ടോ. ഇങ്ങനെ അളവ് നോക്കി മടക്കണം. ഓക്കെ, മടക്കിയിട്ടുണ്ട്. അളവ് നോക്കിയില്ലെങ്കിൽ പണിയാകും കേട്ടോ. അവസാനം നമ്മൾ ബുക്ക് ഒരു കാണാനേ കൊള്ളൂലായിരിക്കും. അപ്പം നമ്മൾ ബുക്ക് ഇങ്ങനെ ആക്കി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഇവിടെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടുത്തെ തുറന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് അടിഭാഗം ഇവിടെ മടക്കി വയ്ക്കുക. ബാക്കി വന്ന ബൈൻഡ് നമുക്ക് ഇവിടെ ബാക്ക് വശത്തൊന്ന് മടക്കി വയ്ക്കുക. ബാക്ക് വശത്തു നിന്നാണ് കേട്ടോ, ബാക്കിലാണ് കാണിക്കാനുള്ളത്. എന്നിട്ട് ഒരു പിടുത്തം കിട്ടാനാണ് നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ ഇത് നീങ്ങിപ്പോവും. അതല്ല, അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ചെയ്യണത്. ഇങ്ങനെ നമ്മൾ മടക്കുക. ഓക്കെ, എന്നിട്ട് ഈ ബുക്ക് അതിൻ്റെ മണ്ടയിൽ കൂടെ മടക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ ബുക്കിൻ്റെ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മടക്കണം. ഗൈസ്, വീണ്ടും പണി കിട്ടി. ഞാൻ പറഞ്ഞ സൂക്ഷിച്ച് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ പണി നോക്കട്ടെ. ഓക്കെ, ഈ വശത്ത് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റ് അളവ് നോക്കിയിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇത് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഇനി അടുത്തെന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് നമ്മൾ അവിടെ മടക്കേണ്ടതാണ് ഉള്ളത്. ഇങ്ങനെ ഇത് ബൈൻഡിങ്ങിൽ തുറക്കുക, ബുക്ക് ഇങ്ങനെ മുകളിലോട്ടാക്കുക, പിന്നെ അവിടെ ഉള്ളത് നമ്മൾ ഇങ്ങോട്ട് മടക്കുക. ഞാൻ കുറേ പ്രാവശ്യം മൊബൈൽ തള്ളിയിട്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുക്കണേന്. കുറേ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ട് മൊബൈൽ തറ വീണ് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്യണേന്. ഓക്കെ, നമ്മൾക്ക് ബാക്കി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ വരും കേട്ടോ, കുറേ ഇങ്ങനെ വരും. അതാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മടക്കി വയ്ക്കുക. ഇങ്ങനെ അകത്തോട്ട് മടക്കി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ടേ മടക്കാവൂ, അല്ലെങ്കിലും നമുക്ക് കുഴപ്പം കിട്ടാവും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മടക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബുക്ക് ഇത്ര ആയിട്ടുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കത്തിരി, സ്റ്റാപ്പിലർ അങ്ങനെ എന്താ പറയുക, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അത് പോയി എടുത്തിട്ട് വരാം. യെസ് ഗായ്സ്, നമ്മൾ സ്റ്റാപ്പിലർ, കത്തിരി എല്ലാം കൊണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ ഈ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ അറ്റം ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ നോക്കിയിട്ട് ബുക്ക് കട്ട് ചെയ്യരുത്. നിങ്ങൾ കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഇത്ര കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. കാണാൻ പറ്റണ ഗൈസ്, കാണാൻ പറ്റില്ലെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ ഇങ്ങനെ പറ്റണുള്ളൂ, ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡ്, ഇങ്ങനെ തുറന്നിരിക്കുന്ന സൈഡ് ഇച്ചിരി പോലെ കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി, അത് 2 ലെയർ കട്ട് ചെയ്യൽ. മുകളിലത്തെ ഈ ലെയർ മാത്രമേ കട്ട് ചെയ്യാവൂ. മറ്റേതിലാകുമ്പോൾ വെച്ചാൽ രണ്ടും കട്ട് ചെയ്താൽ ഇവിടെ
താഴത്തെ ലെയറും മുകളിലത്തെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് ഒരു ലെയർ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര മതി കേട്ടോ. ഇച്ചിരി പോലും ഒന്ന് കട്ട് ചെയ്ത പേരിന്. ഇനി അങ്ങ് അതിന് അളവുള്ള കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അതേപോലെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇങ്ങനെ മടക്കി നോക്കുമ്പോൾ ഈ ഒരു സാധനം കിട്ടും. ഇങ്ങനെ കിടപ്പുണ്ടാവും, ഇങ്ങനെ ഒരു സാധനം കൂടെ കിട്ടും. അതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബൈൻഡ് പൊക്കിയിട്ട് ഈ സാധനം ഇതിൻ്റെ നമ്മുടെ ശരിക്കുള്ള ബൈൻഡിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഈ നമ്മുടെ ശരിക്കുള്ള ബുക്കിൻ്റെ ബൈൻഡിൻ്റെ അകത്തോട്ട് അങ്ങ് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും അങ്ങനെ തന്നെ അങ്ങ് മടക്കി വയ്ക്കുക. ഞാൻ മടക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മടക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിതാ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ താഴെയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ, ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യണം, ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്യണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യണം. ഇച്ചിരി പൂലം കട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. തല നൈസ്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും കിട്ടും. അത് നമുക്ക് ബുക്കിൻ്റെ ബൈൻഡിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ തന്നെ ഇത് മടക്കി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് മടക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ബുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് ശരിയാക്കണം. ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് ഇത്തിപ്പൂലം കട്ട് ചെയ്യണം. അത് ഒരു ലെയർ, മറ്റേ ചെയ്ത പോലെ 2 ലെയറും ചെയ്യരുത്. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലത്തെ സാധനം നമുക്ക് ഇവിടെയും കിട്ടും, എല്ലായിടത്തും അതേപോലത്തെ സാധനം കിട്ടും. ഇനി നമ്മളത് ഇങ്ങോട്ട് മടക്കി വയ്ക്കണം. അത് ബൈൻഡിൻ്റെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതങ്ങോട്ട് മടക്കാം. ഈ സൈഡ് മാത്രമേ കിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് കിട്ടൂല. മറ്റേ ഈ ബൈൻഡിൻ്റെ അകത്തോട്ട് മടക്കി വെക്കുന്ന സാധനം ഇത് പിന്നെ ഇങ്ങോട്ട് മടക്കി വയ്ക്കുക, അകത്തോട്ട് മടക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം ഫുള്ളും ഫിനിഷ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഒന്നും കൂടി മാത്രമേ ഉണ്ട്, ഒന്നുകൂടി. അതും നമ്മൾ അതേപോലെ ചെയ്യുക. ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇത്തിപ്പൂലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സാധനം ഇതിൻ്റെ അകത്തോട്ട് ബൈൻഡിൻ്റെ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക. ഇത് ഇങ്ങോട്ടാക്കി മടക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും കുറച്ചും കൂടി ഉണ്ട്, അത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ബുക്ക് ബൈൻഡ് ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റാപ്ലർ അടിക്കണം, ഇവിടെ ഇത് അടിക്കണം. അതിനായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കി ഇവിടെ തുറന്ന് വെച്ചിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ കമത്തി ഇങ്ങനെ വെച്ചിട്ടേ അടിക്കാവൂ. അല്ലെങ്കിൽ ബുക്ക് കമ്പ് പോലെയായി പോവും, അതുകൊണ്ട് ഒടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടേ ചെയ്യണം. ഇവിടുത്തെ സ്ഥലം നോക്കി വെച്ചിട്ട് മടക്കി വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, ബുക്ക് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കീറിപ്പോകും. ഓക്കെ, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നില്ല, ക്യാമറയിൽ കണ്ടു കാണും. ഓക്കെ, ഇനി പറഞ്ഞാൽ നടുക്ക് ഇവിടെ വന്ന് നമുക്ക് അടിക്കണം. ഈ സൈഡ് നടുക്ക് നോക്കി അടിക്കണം. ഓക്കെ, അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ തുറന്നു പോയി അതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ അവിടെയും അടിച്ചു കൊടുക്കണം. അത് തന്നെ അപ്പുറത്തെ സൈഡ് അടിച്ച പോലെ നോക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം.
ഇത് വലിയ സ്റ്റാപ്ലർ തന്നെ വേണമെന്നില്ല, ചെറുത് മീഡിയം ആയാലും മതി, നമുക്ക് ഏതിലും ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാം. അപ്പുറത്തെ സൈഡ് എന്തായാലും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കിലും കൂടെ ചെയ്യണം. ബാക്കിൽ ഇവിടെ നമ്മൾ സ്റ്റാപ്ലർ അടിച്ചിട്ടില്ല, ഇവിടെ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അടിക്കാം നമുക്ക് ഇവിടെ. അതേപോലെ തന്നെ നമ്മൾ നോക്കി വെളുത്തി തറയെ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നതാ ഇത് ഇവിടെ അതേപോലെ നമ്മൾ നോക്കി അടിക്കുക. കറക്റ്റായില്ല, അതേപോലെ സൂക്ഷിച്ചടിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഓക്കെ ഓക്കെ, കറക്റ്റായി ഗൈസ്. ഇനി നമുക്ക് നടുക്കും കൂടെ ഇവിടെ ഇങ്ങോട്ട് അടിക്കണം, നോക്കി അടിക്കണം. യോ പിന്നെ തീർന്നു പോയി ഗൈസ്, ഇതിൻ്റെ പിന്നെ തീർന്നു, ഇതിൻ്റെ പിന്നെ തീർന്നു. അപ്പോൾ ഞാൻ പിന്നെടുത്തിട്ട് വരാം. ഇതേ ഗൈസ്, ഞാൻ പിന്നെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതാ ഇതിങ്ങോട്ട് തുറന്നിട്ട് എടുക്കുക, പിന്നെ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആക്കി പോകും. പറഞ്ഞിട്ട് ഈ സൈഡ് ഇതിങ്ങനെ കമത്തി വെച്ചെടുക്കുക. അയ്യോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരണേണ്. ഞാൻ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നടുക്കാണേ, ഞാൻ നേരത്തെ പറഞ്ഞ നടുക്കാണേ അടിക്കാനുള്ള. ഓക്കെ, നമ്മളവിടെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈൻഡ് തുറന്ന് പോകും കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ അതേപോലെ മടക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബൈൻഡ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കി ചെയ്താൽ ഇതേപോലത്തെ തുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം, ഇവിടെ ഇതേപോലെ വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ അത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം, ഇത് ബൈൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് മാത്രം അതങ്ങ് കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അതവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടി. ഓക്കെ, നമ്മുടെ ഈ ബൈൻഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അടിക്കാൻ മറക്കല്ല്. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ.